നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയിൽ രേവതി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാരണം ശരത്തിന്റെ പിറന്നാളാഘോഷത്തിന് അമ്മ വിളിച്ചിട്ടുണ്ട്. പക്ഷെ സച്ചിയേട്ടനോട് ചെല്ലണമെന്നാണ് ശരത്ത് പറഞ്ഞിരിക്കുന്നത്. സച്ചിയേട്ടനില്ലാതെ താൻ എങ്ങനെയാ പോകുന്നേ? ശരത്തിന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ. സച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സച്ചി വന്നിട്ട് പറഞ്ഞു, രേവതി ഈ പൈസ പിടിക്കാൻ പറയണം. ഇതെവിടുന്ന് സച്ചിയേട്ടാ? അല്ല, നമ്മള് രണ്ടാമതൊരു കാർ എടുത്തായിരുന്നല്ലോ, അത് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ വാടക പൈസ കിട്ടിയതാ. ഇത് കൊണ്ടുപോയി നമ്മുടെ കുടുക്കകത്ത് ഇട്ട് വെക്ക. രേവതി ആ പൈസ വാങ്ങി അങ്ങനെ കുടുക്കകത്ത് കൊണ്ട് ഇട്ട് വെക്കുവാണ്. പിന്നീട് രേവതി പറഞ്ഞു, അതെ ഇന്ന് ശരത്തിന്റെ പിറന്നാളാന്ന് പറയാണ്. അത് കേട്ടപ്പം സച്ചി ഒന്ന് നോക്കി. അതിന് അല്ല, അമ്മ വിളിച്ചിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്നോടോ അതോ നമ്മളോ രണ്ടുപേരോടോ എന്ന് ചോദിച്ചു. എന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, പിറന്നാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരത്തിന്റെ അല്ലേ? അവൻ എന്താണെങ്കിലും എന്നോട് വരാൻ പറയില്ല, നിന്നോട് മാത്രമായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ സച്ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ വിളിക്കില്ലാന്ന് എനിക്കറിയായിരുന്നു. അല്ല, എന്താ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ചോദിച്ചമ്മ. അത് പിന്നെ പിറന്നാള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നീ എന്ത് തീരുമാനിച്ചു? സച്ചിയേട്ടാ, അവന്റെ പിറന്നാളല്ലേ, പോവാതിരിക്കാൻ പറ്റില്ല. അവൻ എൻ്റെ അനുജനല്ലേ, ഞാൻ എങ്ങനെയാ പോവാതിരിക്കുന്നേ? പിന്നെ അവൻ എന്തേലുമൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നോർത്ത് നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സച്ചിയേട്ടനും വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ, വിളിക്കാത്ത സദ്യക്ക് ഞാൻ ഉണ്ണാൻ വരണല്ലേ? അല്ലെങ്കിലും അത് അവന്റെ. നിനക്ക് എങ്ങനെ തോന്നുന്നു രേവതി എന്നോട് ഇങ്ങനെ പറയാനായിട്ട്? രേവതിയോട്, സച്ചിയേട്ടാ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റില്ല. അവൻ എൻ്റെ അനുജനല്ലേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനുജനാണ് പോലും അവന്റെ കയറിപ്പ് അങ്ങനെയല്ലോ. അവൻ എന്തൊക്കെയാ ആന്റീനോട് കൂടെ ചേർന്ന് നടത്തുന്നെന്ന് അറിയാവോ? നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടാ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവൻ ചെയ്ത പല കാര്യങ്ങളും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ സച്ചേട്ടാ, എന്തെങ്കിലും സച്ചേട്ടൻ എന്നോട് പറയാണ്ടേ പറ. ഞാനൊന്നും പറയുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്താണെങ്കിലും ഈ പിറന്നാളിന് ആരും പോകുന്നില്ലെന്ന് പറയാണ്. അതെന്താ സച്ചേട്ടാ? ഇന്ന് വരെ അവന്റെ പിറന്നാള് ഞങ്ങൾ ആഘോഷിക്കാതിരുന്നിട്ടില്ല. അവന് വിഷമാവും. കാരണം അച്ഛനും ഇല്ലല്ലോ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് വിഷമമായിരുന്നു. സച്ചി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനെ പോലുള്ള ഫ്രോഡിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോകേണ്ട കാര്യമില്ല. അവൻ നിന്റെ അനുജനായിരിക്കാം, പക്ഷെ കൊടുക്കുന്ന സ്നേഹത്തിന് നാലിലൊന്നും അവൻ നിനക്ക് തിരിച്ചു തരുന്നുണ്ടോ? ഇല്ലല്ലോ. അവനെ സ്വന്തം കാര്യം സിന്താവാന്ന് പറഞ്ഞ് നടക്കുമല്ലേ. അവന് ആരൊക്കെ വിഷമിച്ചാലും കുഴപ്പമില്ല, ആരൊക്കെ കണ്ണീര് കുടിച്ചാലും കുഴപ്പമില്ല, അവന്റെ കാര്യങ്ങളെല്ലാം നടക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നീയും പോവണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അല്ല സച്ചേട്ടാ, എന്താ നിന്റെ തീരുമാനം? എന്താ, പോവാനാണോന്ന് ചോദിച്ചു. അത് പിന്നെ അതെ, എന്നെ വിളിക്കാത്തടത്ത് നീയും പോണ്ട കാര്യമൊന്നുമില്ല. ഭർത്താവിന് വിലയില്ലാത്തടത്ത് ഭാര്യ കെട്ടിയിരുന്നുള്ളിൽ പോണ്ട കാര്യമുണ്ടോ? ഞാൻ പറയാനുള്ളോ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നീ എന്താന്ന് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നീ പോണ്ടാന്ന് തന്നെയാ. ഇതൊക്കെ പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രേവതിക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിഷമിച്ച് രേവതി ഇരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയും ദേവും എല്ലാം കൂടെ പിറന്നാളിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തണം. പായസമൊക്കെ ഉണ്ടാക്കി. അപ്പൊ കേക്കൊക്കെ മുറിക്കണം. അടുത്ത വീട്ടിലെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ശരത്തിന്റെ കൂട്ടുകാരൊക്കെ വരും. ആ സമയം ദേവ് വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി വരുമോ അമ്മേന്ന് ചോദിച്ചു. അവള് വരുമായിരിക്കും, സച്ചിയെ വിളിച്ചോണ്ട് വരുമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് സച്ചിയെ കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് സച്ചിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ദേവ് ചോദിച്ചു, സച്ചിയേട്ടൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? വരണമല്ലോ. കാരണം രേവതി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിച്ചു നോക്ക്, രേവതി ചേച്ചി വരുമോന്നറിയാലോ എന്നൊക്കെ പറയണം. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോളെ നീ ഇത് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലാ. അല്ല അപ്പൊ നീ പിറന്നാളിന് വരുന്നില്ലേ അവന്റെ? ഞാൻ വരുന്നില്ലമ്മേ. എന്താ? സച്ചേട്ടന് ജോലിയുണ്ട്, സച്ചേട്ടൻ തിരക്കില്ല, അത് സച്ചേട്ടൻ പോയെന്ന് പറയാ. അതിന്റെ ഒരു കാര്യം ചെയ്യ, നീ ഇങ്ങോട്ടേക്ക് പോരെ. അത് ശരിയാകത്തില്ല. അതെന്താ? സച്ചേട്ടൻ എന്നോട് പോവണ്ടെന്ന് പറഞ്ഞമ്മേ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലമ്മേ, ഞാൻ വരുന്നില്ല, നിങ്ങൾ ആഘോഷിക്കാൻ പറഞ്ഞു. മോളെ അതെങ്ങനെ ശരിയാവുന്ന? നീ ഇല്ലാതെ ശരത്തിന് സന്തോഷമാവോ? അവന് സന്തോഷമാണെങ്കിൽ നീയും കൂടെ വേണ്ടേ? എല്ലാ പിറന്നാളും നീ ഉണ്ടല്ലോ. നീ വരാത്തന്റെ വിഷമത്തിൽ അവന്. നീ ഇതുവരായിട്ട് വന്നില്ലോ എന്ന് പറഞ്ഞ് അവൻ ഇപ്പോഴും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതുള്ളൂ. അത് ശരിയാകത്തില്ലമ്മേ, നിങ്ങൾ ആഘോഷിക്കാൻ പറയണേ. നീ ഫോൺ വെക്കരുത്, ഞാൻ അവൻ്റെ ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ കൊണ്ടുപോയി ശരത്തിന്റെ ഫോൺ കൊടുത്തു. നിന്റെ ചേച്ചിയാന്ന് പറഞ്ഞു, സംസാരിക്കാൻ പറയണം. അങ്ങനെ ഹലോ പറഞ്ഞു. ചേച്ചി ഇത് എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എടാ ഞാൻ വീട്ടിലാ. അല്ല ചേച്ചിയുടെ പിറന്നാളിന് വരുന്നില്ലേ? ഞാൻ വരുന്നില്ലടാ, എനിക്ക് വരാൻ പറ്റില്ല, കുറച്ച് തിരക്കുണ്ടെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ഇനിയിപ്പം സച്ചേട്ടനെ വിളിക്കാത്തന്നെ ദേഷ്യത്തില ചേച്ചി വരാതിരിക്കുന്നെങ്കിലുണ്ടല്ലോ. പിന്നെ ഞാൻ കേക്കും മുറിക്കില്ല, ഒന്നും മുറിക്കില്ല. ചേച്ചി വന്നാൽ മാത്രമേ ഞാൻ പിറന്നാൾ ആഘോഷിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പിറന്നാൾ ആഘോഷിക്കില്ല. കേക്ക് കട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞു. എടാ നീ എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞ കേട്ടല്ലോ, ചേച്ചി ഇവിടെ വേണം, ഇല്ലെങ്കിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാനും ആഘോഷിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ശരത്ത് കോള് കട്ട് ചെയ്തു. രേവതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താടാ ശരത്ത് നീ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കേക്ക് കെട്ടിയാൻ നിൽക്കില്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്ത് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ രേവതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നത്. വർഷം വന്നിട്ട് എന്താ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, സച്ചേണ്ണുമായിട്ട് വഴക്കെന്തേലും ഉണ്ടാക്കിയോ? ഒന്നുമില്ല വർഷേ. അല്ല എന്തോ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് പറ. അത് പിന്നെ ഉണ്ടല്ലോ, കാര്യം പറ. അത് ഇന്ന് ശരത്തിന്റെ പിറന്നാളാ, അതുകൊണ്ട്. അല്ല, ശരത്തിന്റെ പിറന്നാളിന് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ സച്ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താ? സച്ചേട്ടനെ വിളിച്ചിട്ടില്ല. ഓ അതാണോ കാര്യം? അതിന് ചേച്ചി പോയിട്ട് വാ. ശരിയാകത്തില്ല, ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, സച്ചേട്ടനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഞാൻ പോകുന്നത് ശരിയാകത്തില്ലോ എന്ന് പറഞ്ഞു. ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ ചേച്ചിയെ വിളിച്ചിട്ടുണ്ട്, ചേച്ചി പോയിട്ട് വാ. അല്ല സച്ചേട്ടൻ എവിടെ പോയതാ? ഓട്ടം പോയതാ. അപ്പൊ സച്ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവൂലേ? അപ്പോഴേക്കും ചേച്ചിക്ക് പോയിട്ട് വരാലോ. പിന്നെ ചേച്ചി എന്തിനാ ഇവിടെ വിഷമിച്ചിരിക്കണേ? അല്ല പോയെന്നുള്ള കാര്യം ചേച്ചി സച്ചേട്ടനോട് പറയാൻ വേണ്ട. അല്ല അങ്ങനെ പോയാൽ പ്രശ്നമാവോ? എന്താ പ്രശ്നം? ചേച്ചി ധൈര്യമായിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഭാഷ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. അതെ, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, അത് ആരുടെ മുന്നേ അടിയറോ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ആരുടെ അടിമയൊന്നും അല്ലാന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിഞ്ഞിപ്പോ രേവതിക്ക് അവിടെ നിന്ന് ഒരു ധൈര്യമൊക്കെ വന്നു. രേവതി പോയേക്കാന്ന് വിചാരിച്ചു. ആ സമയത്ത് ചന്ദ്രമതി ഇത് കേട്ടു. ഓഹോ, അപ്പൊ ഇവള് പിറന്നാൾ ആഘോഷിക്കാൻ പോവാ. ചെല്ലട്ടെ, ചെന്നിട്ട് വരട്ടെ. ഇന്ന് സച്ചി വരുമ്പോ കൊടുത്തിട്ടുള്ളൂ, ഇന്നൊരു വഴക്കുറപ്പാ. കാര്യങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അതേസമയം രേവതിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ദേവുവിനും ലക്ഷ്മി അമ്മയ്ക്ക് ശരത്തിനൊക്കെ നല്ല ടെൻഷനായി. അപ്പോൾ വരുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി അവരെന്തിയെന്നൊക്കെ. അപ്പോൾ ലക്ഷ്മി അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല രേവതി മോള് വന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഇപ്പം തന്നെ വരൂന്നൊക്കെ പറയണം. ഈ സമയം ദേവു എന്ന് ലക്ഷ്മി അമ്മയോട് പറഞ്ഞു. അതെ, ചേച്ചി വരുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ചേച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ, മിക്കവാറും വരാൻ സാധ്യത കുറവാന്ന് പറയണം. ശരത്ത് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. ലക്ഷ്മി അമ്മ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയാടാ ശരിയാവുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ല സച്ചിനെന്ന് വിളിക്കാനിട്ട്, നീ അത് കേട്ടോ? വേണ്ട, അങ്ങേര് വന്നിട്ട് എൻ്റെ പിറന്നാൾ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് ഒരു സ്കൂട്ടിയുടെ സൗണ്ട് കേൾക്കുന്നേ. അതെ, മോള് വന്നല്ലോ എന്ന് പറയണം. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ രേവതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ ചോദിച്ചു, അല്ല സച്ചി വന്നില്ലേ മോളെ? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, സച്ചിയേട്ടന് ഓട്ടമുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ രേവതി അങ്ങനെ പറയുന്നേ. അല്ല പിന്നെ അത് പ്രശ്നമാവുമല്ലോ. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു, എനിക്കറിയായിരുന്നു ചേച്ചി എന്ത് റിസ്ക് എടുത്താലും വരുമെന്ന്, വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ കേക്ക് മുറിക്കില്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരത്തിനെയും ദേവനും ചേർത്ത് പിടിച്ച് രേവതി അകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് സച്ചി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു ഓട്ടം പോയതായിരുന്നു, സച്ചിക്ക് ഓട്ടമില്ലായിരുന്നു. തിരികെ വരുവാണ്. തിരികെ വന്ന് രേവതിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് രേവതിയെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി? അടുക്കള കാണുമെന്നോർത്ത് അടുക്കള പോയി നോക്കി, അവിടെയും കണ്ടില്ല. പിന്നെ ഇത് എവിടെയാന്നോർത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, എന്താടാ? അല്ല രേവതിയെ കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചാ. ഓ അവളെയാണോ? അവൾ ഇവിടെ എങ്ങും നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? ഓ അവള് പിറന്നാൾ ആഘോഷിക്കാൻ പോയേക്കല്ലേ? പിറന്നാളോ? അതെ, അവളുടെ അനുജന്റെ പിറന്നാളല്ലേ, അത് ആഘോഷിക്കാൻ പോയി. ദേമേ വെറുതെ അനാവശ്യം പറയരുത്. എന്റെ ഭാര്യ അങ്ങനെയൊന്നും പോകത്തില്ല, ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞ. പിന്നെ നീ പോകണ്ടെന്ന് പറഞ്ഞു, അവൾ അവളുടെ തോന്നിയാസം പോയി. അല്ലെങ്കിൽ നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും ഓർത്താണ് നീ ഇരിക്കുന്നത്, വെറുതെ ഏടാ. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ അവള് പോകത്തില്ല എന്ന് പറയാ, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അവളെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല, ഇതുപോലെ അഹങ്കാരം പിടിച്ചൊരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. നീ നിന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചിട്ടല്ല അവള് പോയിരിക്കുന്നേ. ഒന്നുമല്ലല്ലോ, നീ ഒരു ഭർത്താവല്ലേ, നീ പറയുന്ന എന്തെങ്കിലും അവളൊന്ന് അനുസരിക്കണ്ടേ? ഇത് എന്തെങ്കിലും ഒന്ന് അനുസരിച്ചിട്ടുണ്ടോ? അവൾ അവളുടെ തോന്നിയാസം ഇറങ്ങിപ്പോയിരിക്കുക. എന്തോ ആവാലോ, അവൾക്ക് അവളുടെ ഇഷ്ടം ചെയ്യാലോ, നീയൊന്നും പറയില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. അതും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുകയാണ് ചന്ദ്രമതി. അത് കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യമായി. ഇനിയിപ്പം ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസം വരുന്ന ഈ ഒരു കാര്യം ചെയ്യുക, രേവതിയെ വീട്ടിലേക്ക് ചെന്ന് നോക്കുക, അവിടെ കാണും, അവിടെ പിറന്നാളാഘോഷം പൊടിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായി. അങ്ങനെയാണ് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് സച്ചി വിചാരിച്ചു. പിന്നീട് പിറന്നാളാഘോഷം പൊടിക്കുകയാണ് ശരത്തിന്റെ. അപ്പൊ രേവതി ശരത്തും ഒക്കെ കൂടി നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മി അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്.
പിന്നീട് രേവതി പറഞ്ഞു, അമ്മ ഇനി ഞാൻ പോയിക്കോട്ടെ, മോളെ പായസമൊക്കെ കുടിച്ച് സദ്യയുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അമ്മേ, സച്ചേട്ടനെങ്ങാനും വന്നാൽ പ്രശ്നമൊന്നും ആകത്തില്ല, നീ പായസമൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നേ. അതിനകത്തുനിന്ന് സച്ചി ഇറങ്ങുക. സച്ചി അങ്ങോട്ടേക്ക് വരുമെന്ന് രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. സച്ചി അങ്ങനെ അകത്തേക്ക് കയറി വന്നു. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞെട്ടിപ്പോയി രേവതി. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ഓടിച്ചെന്നിട്ട് ആ മോൻ വന്നോ, വരാനൊക്കെ പറയണ. ഈ സമയത്ത് രേവതി സച്ചിയെ നോക്കി. പിന്നീട് സച്ചിയോട് പറഞ്ഞു, ബാ സച്ചിയേട്ടാ, വാ കേക്ക് കഴിക്കാനൊക്കെ പറഞ്ഞ് കേക്കുമായിട്ടും കൂടി ചെല്ലുവാണ്. ഈ സമയം സച്ചി രേവതിയോട് എനിക്ക് കേക്ക് വേണ്ടാന്ന് പറയാം. അല്ല, പിറന്നാൾ ആഘോഷിക്കാൻ വന്നതല്ലേ. ഞാൻ പിറന്നാൾ ആഘോഷിക്കാൻ വന്നൊന്നും അല്ല, ലക്ഷ്മിയമ്മയാണ് പിറന്നാൾ ആഘോഷിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാനേ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്ന. എനിക്ക് രേവതി എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്ക് എന്നോടാണോ സ്നേഹം, അവളുടെ സഹോദരനോടാണോ സ്നേഹക്കൂടുതൽ എന്ന് അറിയാൻ വേണ്ടി വന്ന. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നോടല്ല, അവൾക്ക് അവളുടെ സഹോദരനോടാ സ്നേഹം. അതും പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇറങ്ങാൻ മുമ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.